കൊയിലാണ്ടിയിലെ അരും കൊലയിൽ ഇന്ന് പുറത്തുവന്ന വിശദാംശങ്ങളിലേക്ക്. CPIM നേതാവ് സത്യനാഥ് കൊലപാതക കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. വൈകിട്ടോടെ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ആയുധം കണ്ടെത്താൻ അന്വേഷണം തുടരും. കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് എന്നാണ് നിഗമനം. PV സത്യനാഥിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര തുടങ്ങി. അല്പസമയത്തിനകം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 8 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ആദ്യം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അനുജ, നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് പുതിയ അന്വേഷണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ഇന്നലെ തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അഭിലാഷ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പ്രധാനമായും ചില ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് വ്യക്തിവൈരാഗ്യമാണ് PV സത്യനാഥിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ കൊലപാതകം അയാൾ നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. ശരീരത്തിൽ 6ഓളം പാടുകൾ, ആഴത്തിലുള്ള 6ഓളം പാടുകൾ, മുറിപ്പാടുകൾ PV സത്യനാഥിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും പോലീസ് ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. മഴുവും സർജിക്കൽ ബ്ലേഡും ഈ കൊലപാതകം നടത്താൻ ഈ അഭിലാഷ് ഉപയോഗിച്ചു എന്നുള്ള പ്രാഥമികമായ വിവരം തന്നെയാണ്, പ്രാഥമികമായ അനുമാനം തന്നെയാണ് പോലീസ് നിലവിൽ നമ്മളുമായി സംസാരിക്കുമ്പോൾ തരുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഈ ക്ഷേത്ര പരിസരത്ത്, കൊലപാതകം നടന്ന ക്ഷേത്ര പരിസരത്തെത്തി വിശദമായ പരിശോധന നടത്തും. ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംഭവ സ്ഥലത്തുണ്ടായ ആൾക്കാരുടെ മൊഴിയെടുക്കൽ, അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CCTV ദൃശ്യങ്ങൾ പ്രധാനമാണ്. ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവ പരിശോധിച്ചായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക്, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള വിവരങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്യുക. 6 മുറിവുകൾ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. ആഴത്തിലുള്ള, കഴുത്തിലും നെഞ്ചിലും ആഴത്തിലുള്ള 5 മുറിവുകളുണ്ട്. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അനുജ, അഭിജിത്ത്, ഇതിൽ ഒരൊറ്റ പ്രതി എന്ന തരത്തിലേക്ക് തന്നെയാണോ പോലീസിന്റെ പ്രാഥമിക നിഗമനം എത്തിയിട്ടുള്ളത്? അതല്ലാതെ മറ്റാരുമില്ല? ഇത് വ്യക്തിവൈരാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് ആ വൈരാഗ്യം എന്നൊക്കെയുള്ളത് കുറ്റസമ്മതം നടത്തിയ പ്രതി പറഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടോ? അനുജ, വ്യക്തിവൈരാഗ്യം എന്നത് തന്നെയാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ആ തരത്തിലുള്ളൊരു മൊഴിയാണ് പ്രതി നൽകിയത് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പിടിയിലായ അഭിലാഷ്, പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അഭിലാഷ് നേരത്തെ CPM അംഗമായിരുന്നു. അയാൾ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ കാരണം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അക്കാരണമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം ഈ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥുമായി ഈ അഭിലാഷിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയതാണ്, ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിരോധം കൊല്ലപ്പെട്ട PV സത്യനാഥുമായി അഭിലാഷിനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അക്കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പ്രതി തനിച്ച് തന്നെ, അതായത് പ്രതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പെട്ടെന്നുള്ള ഏതെങ്കിലും പ്രകോപനമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതും പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ക്ഷേത്ര പരിസരത്ത് ഉത്സവം നടക്കുകയായിരുന്നു, ഗാനമേള നടക്കുകയായിരുന്നു, നിറയെ ആളുകളുള്ള സമയമാണ്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത്തരം
നിറയെ ആളുകളുള്ള ഒരു സമയത്ത് ഒരു കൊലപാതകം നടത്തുക എന്നുള്ളത് ഏത് തരത്തിലാണ് പ്രതി ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ ഒരു പരിശോധന നിലവിൽ നടത്തി വരുന്നുണ്ട്. വളരെ മൃഗീയമായ ഒരു കൊലപാതകം, നിഷ്ഠൂരമായ ഒരു കൊലപാതകം ക്ഷേത്രമുറ്റത്ത് വെച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രതി കൊടുത്ത മൊഴി വ്യക്തിവൈരാഗ്യം കാരണം താൻ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. മറ്റേതെങ്കിലും കാരണങ്ങൾ ഇതിന് പുറകിലുണ്ടോ, മറ്റാരെങ്കിലും ഈ കൃത്യം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു പറയും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കസ്റ്റഡിയിലുള്ള അഭിലാഷിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അനുജ, പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എത്ര സമയം പൊതുദർശനം ഉണ്ടാകും? അതിനുശേഷം സംസ്കാരത്തിനായി എപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും? അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി അഭിജിത്ത്. അനുജ, നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിലാപയാത്രയായി കൊയിലാണ്ടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 5ഓളം സ്ഥലങ്ങളിൽ, വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെ 5ഓളം സ്ഥലങ്ങളിൽ വിലാപയാത്രയായി പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ഈ മൃതദേഹം നിലവിൽ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് പരിസരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. 100 കണക്കിന് പേർ, അതായത് ഈ നാട്ടിലുള്ള വിവിധ മേഖലയിലുള്ള 100 കണക്കിന് പേർ PV സത്യനാഥിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ P. ജയരാജൻ, MV ജയരാജൻ, സ്ഥലം MLA ആയ കാനത്തിൽ ജമീൽ ഉൾപ്പെടെയുള്ള നേതാക്കളും PV സത്യനാഥിന് അന്തിമോപചാരം അർപ്പിക്കാൻ കൊയിലാണ്ടിയിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥ്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അതിനാൽ തന്നെ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി ഈ കൊയിലാണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 5 മണിയോടുകൂടി സത്യനാഥിൻ്റെ പെരുവട്ടൂരുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം 8 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഈ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അനുജ, കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആകുന്നു. ഒപ്പം തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകും. നിലവിൽ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. രാത്രി 8 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം.